കൊച്ച് എഴുന്നേറ്റേ നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് കേട്ടോ. എഴുന്നേറ്റ് മുറ്റത്ത് വന്ന് നോക്കുമ്പോൾ ദാ കരഞ്ഞുകൊണ്ടൊരു കുഞ്ഞു പൂച്ചക്കുഞ്ഞിരിക്കുന്നു. അത്രയും കുഞ്ഞല്ല എങ്കിലും ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞ്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു രാജാവുണ്ട് കുട്ടപ്പൻ. അവൻ ആ സമയത്ത് വീട്ടിലില്ലാഞ്ഞുകൊണ്ട് രാവിലെ തെണ്ടയ്ക്കിറങ്ങിയതുകൊണ്ട് അവൻ ഇതിനെ കണ്ടില്ല. അവൻ ഇതിനെ കണ്ടു കഴിയുമ്പോഴത്തേന് എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയത്തൊന്നുമില്ല. എങ്കിലും അച്ഛൻ ഇതിനെ വളർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങളുടെ ചിന്തു പോയതിന് ശേഷം വന്നു കയറിയ ഒരു പെൺപൂച്ചയാണ്. എങ്കിലും എൻ്റെ ചിന്തുവിനൊപ്പം വരത്തില്ലാത്തത് കൊണ്ട്, ചിന്തുവിനെ പോലെ ആവത്തില്ലാത്തത് കൊണ്ട് എനിക്കത്ര താല്പര്യമില്ല. പിന്നെ എൻ്റെ ചിന്തുവിൻ്റെ കുഞ്ഞാണ് കുട്ടപ്പൻ എന്നതുകൊണ്ട് എനിക്ക് അവനെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല. മഴയൊക്കെ ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇനി എങ്ങനെയാ പറഞ്ഞു വിടാൻ തോന്നുന്നില്ല എന്നൊക്കെ. പിന്നെ വീട്ടിൽ വന്ന് ഞാൻ ഇതിനെ തീറ്റ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് പെരയ്ക്കകത്തും കൂടെ കയറിയുണ്ട്. അച്ഛൻ പിന്നെ അതും പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം വീട്ടിൽ വന്ന് കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കുട്ടപ്പൻ വന്ന സമയത്താണ് ഞാൻ കുഞ്ഞുമായിട്ട് ബാത്റൂമിൽ കയറിയത് കേട്ടോ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അവൻ്റെ റിയാക്ഷൻ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചേക്കണേ, എങ്ങനെയായിരിക്കും അവൻ പ്രതികരിക്കുന്നതെന്ന്. എന്തായാലും ഉപദ്രവിക്കും എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടന്നു. നല്ല രീതിയിൽ അതിനെ ഉപദ്രവിക്കുകയും ചെയ്തു. അച്ഛൻ്റെ അമ്മയുടെ ബഹളം കേട്ടോണ്ട് ഞങ്ങൾ രണ്ടുപേരും ബാത്റൂമിൽ നിന്ന് ഓടി വന്നത് കേട്ടോ. അതിനെ കൊല്ലു. അതേതാണ്ട് അർത്ഥമായി. പെടലിക്കാ പിടിച്ചു കേട്ടോ. അവൻ എത്രയും വില്ലനാണെന്ന് ആരാണ് ചോര വെച്ചു. ഞാനും കുഞ്ഞും വന്നപ്പോൾ തന്നെ ചോരയെ കുളിച്ച് കിടക്കുന്ന കുഞ്ഞുപൂച്ചയാണ് കണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി. ഞാൻ ആ സമയത്തുണ്ടായിരുന്നു എന്തായാലും കുട്ടപ്പനെ പിടിച്ച് മാറ്റിയാണ്. അച്ഛനും അമ്മയ്ക്കും അവൻ്റെ കടി കിട്ടുമോ എന്നുള്ള പേടിയിലാണ് അവനെ പിടിച്ച് മാറ്റാൻ. പിന്നെ പേപ്പറോ തുണിയോ എന്തൊക്കെയോ വെച്ചിട്ട് എറിഞ്ഞതിന് ശേഷമാണ് അവനൊന്ന് പിടി വിട്ടത് കേട്ടോ. എന്തുവായാലും നല്ല രീതിയിൽ കഴുത്തിന് നല്ല രീതിയിൽ മുറിവുണ്ടായിരുന്നു, നല്ല രീതിയിൽ ചോരയുണ്ടായിരുന്നു. പിന്നെ കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ട് അതിൻ്റെ ദേഹത്തെ ചോരയെല്ലാം നന്നായിട്ട് ഒപ്പി. ഇത്തിരി അഴുക്കൊക്കെ ശരീരത്തുണ്ടായിരുന്നതുകൊണ്ട് ഡെറ്റോളിട്ട് നന്നായിട്ട് ശരീരം തുടച്ചതിന് ശേഷമാണ് ഞാൻ മരുന്നൊക്കെ വെച്ചത് കേട്ടോ. രാവിലെ തന്നെ ജീവൻ ഉണ്ടാവണേ, ചത്തു പോകരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു. ഫുഡൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് പാല് വെച്ചു, അത് കുടിച്ച് ഉഷാറായിട്ടുണ്ടായിരുന്നു.